വിളിക്കാത്ത പരിപാടിക്ക് ഇത് നേരത്തെ കുട്ടി സമയം എന്താ നോക്ക് ആയിട്ടില്ല 3 മണി ആയിട്ടുള്ള അപ്പോഴേക്കും വന്നിട്ട് ഇതായിരിക്കും 5:45 6:30 നോമ്പ് ഇറക്കുമ്പോഴേക്കും ഇതേ ഇപ്പം വന്നിരിക്കും. അതെ ഒരാൾ മറിഞ്ഞിരിക്കുന്നുണ്ട്. നൗഷാഖാന്റെ കേട്ടുള്ളതെന്ന് പറയില്ല കേട്ടോ ആരും. അതെ നോമ്പില്ലാത്ത ഒരുത്തം നോമ്പ് ഇറക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ അക്കമ്മ ഇരിക്കുന്നു. അതെ പിന്നെ നോമ്പില്ലാത്ത 5-6 ഇവിടെ വേറെയുണ്ട്. ഇതിനൊക്കെ മുഖം അഭിനയം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ. പിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലടാ. ആ നീ ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ നോമ്പ് ഇറക്കില്ലല്ലോ. ആ ഇത് മോൻ വായില് ചവയ്ക്കലടാ നോമ്പ് കലടാ ചവയ്ക്കലടാ. എങ്ങനെ നീ ഇങ്ങനെ ചവയ്ക്കാണ്ട് നിക്കണത്? എവിടെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി ഒന്ന് കേട്ടാ മതി. ദേ വന്ന് ആപ്പിള് എണ്ണി വെച്ച ആപ്പിളാണ് ലാസ്റ്റ് എണ്ണൂട്ടാ. മുറിക്കുന്നതിന് മുമ്പ് എണ്ണീട്ടാണ് മുറിക്കുള്ളൂ. ഇതൊക്കെ നമുക്ക് ഓർമ്മ വയ്ക്കണ്ടേ, എടുത്തു വെക്കണ്ടേ നമുക്ക്? ആ അല്ല പറയാൻ പറ്റില്ല. 68-ാം വയസ്സിൽ തട്ടിപ്പൂന്നാ പറഞ്ഞത് പിടിക്കണ്ട. 68-ാം വയസ്സിൽ തട്ടിപ്പൂന്നാ പറഞ്ഞത് പറയേ. 68-ല് തട്ടിപ്പോന്ന അതെങ്ങനെ ശരിയാവുക? ഡയലോഗാണ്. നോമ്പറക്കലിനെ കുറിച്ച് മുഖത്ത് ക്ഷീണൊക്കെ അഭിനയിക്കുന്നിട്ട് ഈ നോമ്പില്ലാത്ത എല്ലാവരും അവിടെ എന്താ പരിപാടി ഉണ്ട് പോയിട്ട് വന്നു. അങ്ങനെ വന്നു. അവന്റെ മുഖത്തെ ക്ഷീണം നോക്ക് നീ. ആ ഉറക്കത്ര നോമ്പാണ് എല്ലാവർക്കും ഉണ്ട്. റാത്തായിട്ടുള്ള നോമ്പ്. അല്ല അവനെന്തോ പറയുന്നുണ്ട്. ഒന്നും പറയില്ല. പറയേ. അല്ല നമ്മുടെ ഷായിയുടെ അഭിനയമാണ് പറയണത്. ആ ഷായി ഇത്ര നേരം നിന്ന് ചവയ്ക്കായിരുന്നു. ക്യാമറ ഉണ്ടെന്ന് ചവ നിർത്തി. ഇന്നലത്തെ ആഗ്നിയായിരുന്നു ആഗ്നി. എന്തെങ്കിലും പറഞ്ഞിട്ട് പാടില്ല. മറിഞ്ഞിക്കില്ല, നീ പറയ എന്തെങ്കിലും. പുള്ളി നോക്ക് സന്തോഷം കണ്ടെന്ന്. ഇന്ന് പുള്ളിക്ക് ഒന്നും ഉണ്ടാക്കണ്ട. ഇനിയിപ്പോ 5-6 ദിവസത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അത് ഇത് കഴിഞ്ഞിട്ടിടാനുള്ളതാണിത്. നാളെ എല്ലാരും കൂടി വരും, പണി പാടും. ചവയ്ക്കല്ലടാ, ചവയ്ക്കാണ്ട് നിക്കടാ, നോമ്പ് വേടാ. കീശയൊക്കെ തപ്പിട്ടേ വിടുള്ളൂ. നീ മാറ, എന്നെ തന്നെ പിടിക്കണേ, മാറ. വെള്ളം ഒഴിക്കാം. എല്ലാം ലോക്കോലായിട്ട് തുടങ്ങിക്കോ. സമയം 6 മണി കഴിഞ്ഞു. ലോക്കോലായിട്ട് തുടങ്ങിക്കോ. നിന്നല്ല എവിടെ കണ്ടാലും ഇപ്പം സ്റ്റഡി ആയിട്ട് നിൽക്കും. പണിയൊക്കെ നിർത്തി
ആപ്പിള് മുറിക്കണമെന്നാണല്ലോ. ഇത് ആപ്പിളാണ്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാക്കിയാ മുറിക്കേണ്ടത്. എന്തുകൊണ്ട് വെച്ചാൽ 4 ആക്കി മുറിക്കേണ്ടത്. അപ്പൊ പറഞ്ഞു ഒരാൾ പറഞ്ഞു 8 ആക്കി മുറിക്കുക, ചെറിയ കഷ്ണങ്ങളായിട്ട് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ വേറൊന്നല്ല. വെള്ളത്തിൽ മുക്കിയെടുത്താലോ? പാടിക്കോ പാടിക്കോ പാട്, കൊന്നുകൂടി പാട്. മലക്കൊടി പാട്, മലക്കൊടി. വേറെ മുന്തിരി അതേതാ? ഉണ്ട് സഖി, ഉണ്ട് സഖി പാട്. ഒന്നുകൂടി പാട്. മൈക്കിന് കുഴപ്പമൊന്നുമില്ല, നീ പാടുന്നതിന്റെയാണ്. ആ എന്നാ ഉണ്ട് സഖി. മലക്കൊടി ഈ വണ്ടുള്ളൊരു കണ്ടോ നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങള് കണ്ട് സ്വതക്കാത്ത് കൊടുത്താൽ കൂടണ മഞ്ചഴകിൽ ഇല്ലാകയെന്ന ഇല്ലം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ പറയുന്നതും അതല്ലേ പായ കിട്ടണ തേന്മധുരം കഴിച്ചിക്ക ഒരു നാളും തിന്നോടോ എന്റെ പോ കൊടുക്കുന്നു അത് വളം അവിടെ വെച്ചിട്ടില്ല. ഓണാക്കിടാൻ പറയും. ഇനി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ
നീ അങ്ങനെ അങ്ങോട്ട് പോയാലോ? ആരാത്? ഇതാണ് പൊറോട്ട. ഇത് പത്തിരി. നിങ്ങളെല്ലാരും കൈയിട്ട് വാന്തി അത് തിന്നെന്ന് വിചാരിക്കും. അവിടെ വെച്ചോ. നിങ്ങളെല്ലാത്തിലും തൊട്ട. അതാരാ ചെയ്തെന്നറിയണല്ലോ, അതിനാണ്. ഉന്നേസം നാം പറഞ്ഞ ഉസ്താദിന് കാണിച്ചു കൊടുക്കാൻ, ഉനൈസ് നോമ്പ് തുറക്കുന്നു. സമയമൊന്നും ആയിട്ടില്ല, അതിന് മുമ്പ് ഉനൈസ് നോമ്പ് തുറക്കണ വീഡിയോ. വീഡിയോ ഇറക്കിയിട്ട് ഹൈക്കമാൻഡിക്ക് അയച്ചു കൊടുക്കാം സനുവിന്റെ. എത്രണ്ണം മാത്രം കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചോണ്ട് അല്ല പിന്നെ ഉറപ്പായിട്ടും ജിമ്മിന് പോകാൻ തുടങ്ങിയ അവിടെ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കും മസിൽ വന്നാ. നമ്മളല്ലേ വീഡിയോ എടുക്കുന്നുണ്ട്. ഇറങ്ങി ഓടിയല്ലോ ഇല്ലാസ്. എല്ലാവരും നല്ല അഭിനയിച്ചിരിക്കണം.
നോമ്പ് ബാങ്ക് കൊടുക്കണതിന്റെ മുമ്പ് നോമ്പ് ഇറക്കുന്നതാണ് കൈമാറേ. വാങ്ങെടുത്തു. സമൂസ വെക്കണ്ടേ? നോമ്പ് ഇറക്കുന്നതിന്റെ മുമ്പ് ഇത് കഴിച്ചല്ലേ? തീർന്നില്ലേ ഇത്? അതെ. ഹായ്, ഒന്ന് ചിരിച്ചടോ, ഒന്ന് ചിരിച്ചടോ. ധനു, നിന്നെ കൃത്യമായിട്ട് നിന്റെ അടുത്ത് ആരാ മുമ്പിൽ അടക്കാൻ പറഞ്ഞത്? 10 രൂപ ഇന്ന് പൊറോട്ട. പത്ത് രൂപ വേണ്ടേ? പൊറോട്ട വേണ്ടേ? ഇറക്ക്, വായിന്ന് ഇറക്ക്, നല്ലല്ലേ? ചാമ്പി അവള് നല്ല നിറഞ്ഞ കുറഞ്ഞ നിങ്ങൾ നിഴല് കാരണം തോന്നുന്നു. പരിപാടി ആരംഭിക്കാം. 4ാം വാർഡ് മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ജലജേട്ടൻ വീണ്ടും ഈ ഇഫ്താർ സംഗമത്തിൽ ഒരു ഗാനം ആലപിക്കുന്നതാണ്. ഇതാവുമ്പോഴല്ലേ ഒളിഞ്ഞുകൊണ്ട് മേടിക്കുന്ന ആരാണ് നോക്ക്. ആ ഇത് വേറൊന്നല്ല, പല്ലില്ലാണ്ട് ബീഫ് മിഴുങ്ങി വിടുന്നത് കാണിക്കാനാണ്, അല്ലാണ്ട് ബീഫ് തിന്നല്ലല്ലോ ഇത്. പിന്നെ ഉറപ്പായിട്ടും പല്ലില്ലാത്തവർക്ക് എങ്ങനെ ബീഫ് കഴിക്കാം? ബീഫ് കഴിക്കാം. അതിനെ കുറിച്ചൊരു കുടുങ്ങോ? ആര് കഴിക്കുന്ന എടുത്തില്ല, സൗമ്യ കഴിക്കുന്ന എടുക്കണം. അത് ഉറപ്പല്ലേ? നിന്നെ നാറ്റിക്കാണ്ട് ഞാൻ വെറുതെ വിടുവോ?